വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ സഖാവ് എൻ കണ്ണൻ്റെ 1996 അട്ടിമറി വിജയം 2026 LDF ആവർത്തിക്കുമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ദാമോദരൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു. വണ്ടൂരിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ വണ്ടൂരിൽ LDFന് അനുകൂല സാഹചര്യമാണുള്ളതെന്നും LDF സ്ഥാനാർത്ഥി പറഞ്ഞു. നിലമ്പൂർ താലൂക്ക് ഭൂരേഖ വിഭാഗം തഹസിൽദാരും വരണാധികാരിയുമായ ഹരീഷ് മുമ്പാകെയാണ് വണ്ടൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ദാമോദരൻ മാസ്റ്റർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുൻ MLA എൻ കണ്ണൻ, VM ഷൗക്കത്ത് എന്നിവരും പങ്കെടുത്തു. വണ്ടൂരിൽ വിജയിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ഇതിപ്പോൾ ഇന്നു മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് UDFന്റെ സീറ്റാണ്. നമ്മൾ എത്ര ധൈര്യത്തോടെ ഇത് വിജയിക്കുമെന്ന് പറയാനുള്ള ഒരു കാരണം എന്തൊക്കെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് വരുന്നത്? അതിൽ 25 വർഷം ഒരാൾ തന്നെ വിജയിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ 26ാമത്തെ വർഷവും വിജയിക്കുമെന്നുള്ളതിനുള്ള ഒരു ഉറപ്പല്ല. ജനങ്ങൾ ഏത് സമയത്തും അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തും. അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഓരോ 5 വർഷവും കൂടുമ്പോൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് 25 വർഷം തുടർച്ചയായി ഒരാൾ ഇരുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല. അതേസമയം ഞങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് 2 അടിസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന്, കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള സാമ്യമകന്ന വികസന പ്രവർത്തനങ്ങളാണ്. അത്തരത്തിലുള്ളൊരു സർക്കാർ തുടർച്ചയായി 10 വർഷം കേരളം ഇതിനുള്ളിൽ ഭരിച്ചിട്ടേ ഇല്ല. സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും അതുപോലെ പൊതുഭരണത്തിൻ്റെയും ഗുണങ്ങൾ ലഭ്യമാകാത്ത ഒരാൾ പോലും കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അത് കുട്ടി മുതൽ വളരെ വയോവൃദ്ധൻ വരെ. അത് തുടരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആ ഒരു മനോവികാരം വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയത്തെ സഹായിക്കും.